പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം ജീവിച്ചു വാഴുന്ന ദ്വീപികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദ്വീപികാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുകയും കരുതുകയും ഞങ്ങളിലേക്ക് സമൃദ്ധമായ നിൻ്റെ അനുഗ്രഹങ്ങളുടെ നേർച്ചാൽ ഒഴുക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ വലിയ കൃപകൾ നമ്മിലേക്ക് സമൃദ്ധമായി ചൊരിയട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും നമ്മുടെ ഓരോ ജീവിത അന്തസ്സുകളിലേക്കും സമൃദ്ധമായി നിറയുന്നതിന് കാരണമായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൃപയാൽ നിറയട്ടെ, കൃപയാൽ വളരട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ ആദ്യത്തെ വാചനമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുക. അത്രമാത്രം കൃതജ്ഞതയോടെയാണ് പരിശുദ്ധ അമ്മ ആ സ്തോത്രഗീതം ആലപിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ സ്തോത്രഗീതം ആലപിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു. അവൾ പൂർണ്ണമായും തമ്പുരാന് വിട്ടുകൊടുത്തപ്പോൾ തമ്പുരാൻ അവൾ പ്രവർത്തിക്കുന്ന ആ വലിയ സന്തോഷത്തെയോർത്താണ് പരിശുദ്ധമ്മ സ്തോത്രഗീതം ആലപിക്കുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 41 അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുക. ഈ സ്തോത്രഗീതം മറിയത്തിൻ്റെ സ്തുതി പുറമേ നിന്നുള്ളതല്ല എന്നുള്ളതാണ്. അവളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം. മറിയത്തിൻ്റെ സ്തുതി പുറമേ നിന്നുള്ളതല്ല, ആത്മാവിൻ്റെ അഗാധയിൽ നിന്നുള്ളതായിരുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മറിയത്തിൻ്റെ ആത്മാവ് സന്തോഷിച്ചു. ഞങ്ങളുടെ ആത്മാവിനെ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് അകറ്റി നിശബ്ദതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പഠിക്കാം. ഉപവാസം ആത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. കർത്താവിനെ മഹത്വപ്പെടുത്തുക, ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൽ ദൈവമഹത്വത്തിന് വിരുദ്ധമായ എല്ലാ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നാം ഉപേക്ഷിക്കണം. ഞങ്ങളുടെ സ്വാർത്ഥത മാറ്റിവെച്ച് മറ്റുള്ളവരുമായി രമ്യതയിലായി ഞങ്ങളുടെ ജീവിതം അവിടുത്തെ സ്തുതിപ്പിനുള്ള ബലിയായി മാറ്റുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എളിയവരിലേക്ക് കൃപകൾ ധാരാളമായി സമൃദ്ധമായി നൽകുന്ന ദിവികാരുണ്യനാഥ, ഓ ദൈവമേ, പരിശുദ്ധ അമ്മ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ, തന്നെ അങ്ങയുടെ ദാസിയായി നൽകിയപ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് മഹത്വം പ്രകടമാകിയത് എളിയവരെ നോക്കിയപ്പോഴാണ്. ഞങ്ങളുടെ എളിമയും വിനയമാണ് ദൈവകൃപയെ ആകർഷിക്കുന്നത് മനസ്സിലാക്കുന്നു. അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിലേക്കുള്ള ഞങ്ങളുടെ ഒരുക്കത്തിൻ്റെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈശോയെ പരിപൂർണമായി നീ ചേർത്ത് നിർത്തണമേ, അനുഗ്രഹിച്ചു ചേർത്ത് നിർത്തണമേ. ഈശോയെ, ഞങ്ങളുടെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ലോകമെമ്പാടും പ്രഘോഷിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയും ദൈവത്തിന്
മഹത്വമായി ഭവിക്കുന്നതിനും ഞങ്ങളുടെ ആത്മാവ് എല്ലായ്പ്പോഴും അവിടുത്തെ വാഴ്ത്തുന്നതിനും വേണ്ടിയും ഈശോയെ, ഞങ്ങളുടെ ആത്മാവ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയറിയാത്തവർ എന്നിവർക്ക് അങ്ങയുടെ വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നോമ്പുകാലത്ത് ഞങ്ങളുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ വിനയത്തോടെ ഉള്ളതാകുന്നതിനും ക്രിസ്മസിന് അങ്ങയുടെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി ഈശോയെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഈ നിമിഷം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതാന്തസ്സിന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈശോയെ ഇതിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവായ ഈശോയെ, അങ്ങൻ്റെ രക്ഷകനാണ്. എൻ്റെ ആത്മാവ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ എന്ന് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങൻ്റെ രക്ഷകനാണ്. അങ്ങാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ ആത്മാവ് അങ്കിലും മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആത്മാവുള്ളവരായി എളിമയോടെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം കർത്താവിന് മഹത്വമായി ഭവിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.